വെൽക്കം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മോർണിംഗ് വ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഫുള്ളി മാങ്ങ പറിക്കൽ അങ്ങനത്തെ ഒക്കെ പണിയാണ്. രാവിലെ തന്നെ നമ്മൾ മാങ്ങയൊക്കെ പറിക്കണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ സൺഡേ ആണ്, എന്താ അറിയില്ല, ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ കുറേ മാങ്ങ നമ്മളുടെ എന്താ പറയുക പകുത്ത് നിലത്ത് വീഴുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പറിക്കുകയാണ്. ഞാനും ഉപ്പയും കൂടിയാണ് പറിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതൊരു വ്ലോഗ് എടുക്കുകയാണ്. ഫുള്ളി പ്രൊഡക്റ്റീവാണ്. നമ്മളിങ്ങനെ ഫോൺ കണ്ട് റൂമൊക്കെ ഒത്തിരിക്കല്ലേ. അപ്പം എനിക്ക് 2 പേരക്കൊക്കെ കിട്ടി. പിന്നെ ഇത് ഞാൻ മുറിച്ച പഴമൊന്നല്ല, ഇതിപ്പം മുറിച്ചപ്പോൾ എനിക്ക് പിടിക്കാമെന്നപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഷോർക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോയിൽ വലിയ അങ്ങനെ കുറേ കാണിക്കാനൊന്നുമില്ല, കുറച്ച് ഞാൻ വിചാരിച്ചു വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം അറിയോ, ജാതിക്ക എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ മറ്റേ ജാതിക്കല്ല, ഈ ഒരു ഉള്ളിലുള്ള സംഭവം എടുത്തിട്ട് ഉണക്കിയിട്ട് വിറ്റ് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമ്മൾ ആ സാധനം ഞാൻ ശേഖരിക്കുകയാണ്. അപ്പോൾ നിലത്തും അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ആ റെഡ് സാധനമൊക്കെ നല്ല വിറ്റിനുണ്ടാക്കും. അപ്പോൾ ഞാനത് വെയിലത്ത് വെക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക്. ദെൻ ഇവിടെ ഫുള്ളി ഒരു ഫോറസ്റ്റ് എന്നൊന്നുമില്ല, അങ്ങനെയാണ്. പിന്നെ അത് അങ്ങ് കാണുന്ന ഒരു സ്ഥലം കേട്ടോ. പിന്നെ അവിടെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഇതെൻ്റെ വീടിന് മുന്നാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കണ്ടു. അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കുന്നുണ്ട്. ദെൻ അതൊക്കെ എടുത്ത് 3-4 കിട്ടി. 3 കിട്ടിയുള്ളൂ തോന്നില്ലേ, 3 കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളത്, സത്യം പറയാമല്ലോ, ഞാൻ ആദ്യം പറഞ്ഞു ഈ വീഡിയോയിൽ അധികം അങ്ങനെ കുറേ സംഭവങ്ങളൊന്നുമില്ല, ക്രാഫ്റ്റേ ഇല്ല. കണ്ടോ, വെറുതെ പൂവൊക്കെ പറിക്കുക, വേറെ ഒന്നും പടിയില്ല. അപ്പം ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ചു. എന്നിട്ട് അതും വെയിലത്ത് കൊണ്ടുപോയി വീഡിയോ എടുത്തു. അത് ഞാൻ പണി. ഓരോ സാധനങ്ങൾ പറിക്കുക, വെയിലത്ത് കൊണ്ടുപോവുക, വീഡിയോ എടുക്കുക. സൺകിസ് ഡേ. പിന്നെ നമ്മൾ കുറച്ച് പൂവിൻ്റെയൊക്കെ വാങ്ങി ആസ്വദിച്ചു. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ശരി, ബൈ.